ചോറ് വിളമ്പുന്നതിൻ്റെ അത്ര നേരം പോലും വേണ്ട കേട്ടോ. ഈ ഒരു കറി ഉണ്ടാക്കാനായിട്ട് കുക്കിംഗ് ഒട്ടും തന്നെ വേണ്ടാത്ത ഒരുപാട് ഗുണങ്ങളുള്ള എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു ഒഴിച്ചുകറി പരിചയപ്പെട്ടാലോ. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ തമ്പുളിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിതാ ഒരു വെള്ളരിക്ക എടുത്തിട്ടുണ്ട്. ഇതിനെ നമ്മൾ സാലഡ് വെള്ളരി എന്ന് പറയും. ആദ്യം തന്നെ നമുക്ക് അതിൻ്റെ തൊലിയെല്ലാം ചെത്തി നല്ല രീതിക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മളിവിടെ വെള്ളരിക്ക കഷ്ണങ്ങളൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ട് ചെയ്യുമ്പോൾ നമ്മൾ അതിനുള്ളിലെ ചോറൊന്നും കളയേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മളിതാ കുറച്ച് സാധനങ്ങളും കൂടെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിനി നേരെ തമ്പുളി ഉണ്ടാക്കിയാലോ. അതിന് നമുക്ക് ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെള്ളരിക്ക കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ എത്രത്തോളം നമുക്ക് കറി വേണോ അതിനനുസരിച്ച് വെള്ളരിക്കയുടെ അളവ് കൂട്ടിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് എരിവിനാവശ്യമായ പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 അല്ലി വെളുത്തുള്ളിയും 2 ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇഞ്ചിയുടെ അളവ് കൂടി പോകരുത്. ഇനി നമുക്കിതിലേക്ക് ഇതാ കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കാം. നല്ല ഫ്രഷ് ആയിട്ടുള്ള മല്ലിയില ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ഇടേണ്ടത് തേങ്ങയാണ് കേട്ടോ. അപ്പോൾ തേങ്ങ വളരെ കുറച്ചിട്ട് കൊടുത്താൽ മതിയേ. ഞാനിവിടെ ഇത്രയും തേങ്ങയാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്കിതെല്ലാം കൂടെ നല്ല രീതിക്കൊന്ന് അരച്ചെടുക്കണം. വെള്ളരിക്കയിൽ ഒരുപാട് ജലാംശം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് വെള്ളം ഒഴിക്കാതെ തന്നെ അരച്ചെടുക്കാം. ഇതുപോലെ നല്ലൊരു ക്രീമി പരുവത്തിൽ കിട്ടണം. അപ്പോൾ ഇനിയുണ്ടല്ലോ നമുക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്ന മിക്സിനെ ഒരു ബൗളിലേക്ക് ആക്കി കൊടുക്കാവേ. അപ്പോൾ ഞാൻ ഇവിടെ ഒരു പാത്രത്തിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന കുക്കുംബറിൻ്റെ പേസ്റ്റ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇതിനി ഇവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഈ തമ്പുളിയിലേക്ക് കുറച്ച് തൈരും കൂടെ വേണം. അപ്പോൾ ഞാൻ ഇവിടെ വലിയ പുളിയൊന്നും ഇല്ലാത്ത നല്ല കട്ടി തൈര് എടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് ആദ്യം കട്ടകളൊക്കെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. ഒന്നുകിൽ നമുക്ക് സ്പൂണോ വിസ്കോ ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ തന്നെ നമ്മുടെ തൈരെല്ലാം കട്ടയെല്ലാം മാറി നല്ല വൃത്തിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഉടച്ചെടുത്ത് വെച്ചിരിക്കുന്ന തൈരുണ്ടല്ലോ നമ്മുടെ ആ കുക്കുംബറിൻ്റെ പേസ്റ്റിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ഗ്രേവി എത്രത്തോളം വെള്ളം ആയിട്ട് വേണോ അപ്പോൾ അതിനനുസരിച്ച് തൈരിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കട്ടയൊക്കെ ഉടച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ തൈരെല്ലാം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ ഈ തമ്പുളി നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ തൈരും ആ ഒരു കുക്കുംബറിൻ്റെ പേസ്റ്റും എല്ലാം നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കറിയിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ആവശ്യത്തിന് ഉപ്പൂടെ ഇട്ടിട്ട് നമുക്കിതൊന്ന് വീണ്ടും ഒന്ന് ഇളക്കി വെക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ തമ്പുളിയുടെ പരിപാടി ഏകദേശം നന്നായിട്ട് തന്നെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ലാസ്റ്റ് ആയിട്ടുണ്ടല്ലോ നമുക്കിതിലേക്കൊരു താളിപ്പും കൂടെ ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അവിടെ ഒരു പാന് ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കടുകിട്ട് പൊട്ടിച്ച് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോഴത്തേക്കും ഒരു ചെറിയൊരു സ്പൂൺ ജീരകവും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊരു ഉണക്കമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇതുപോലൊന്ന് കളർ മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം. അത് കഴിഞ്ഞ് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് ഇത്തിരി കായപ്പൊടിയും കൂടി ഇട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാവേ. ഇപ്പോൾ നമ്മുടെ താളിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ താളിപ്പുണ്ടല്ലോ നമ്മുടെ ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി എല്ലാം കൂടെ നല്ല രീതിക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരുപാട് ഗുണങ്ങളുള്ള വെള്ളരിക്ക തമ്പുളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ശരീരഭാരം കുറയ്ക്കാനും ശരീരത്തിലെ ജലാംശം നിലനിർത്താനും ദഹനം മെച്ചപ്പെടുത്താനും ഒക്കെ വെള്ളരിക്ക സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ ദിവസത്തെ ഭക്ഷണത്തിലും വെള്ളരിക്ക ധൈര്യമായിട്ട് ഉൾപ്പെടുത്താം. അപ്പോൾ ഈ കറി ഇതുവരെ ഒന്നും ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ചോറിൻ്റെ കൂടെ മാത്രമല്ല ഇഡലിയുടെയും ദോശയുടെ കൂടെ കഴിക്കാനും ഇത് സൂപ്പറാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്